പലരും തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കെ.സി. വേണുഗോപാലിന് അപ്പർ ഹാൻഡ് എന്ന്. കെ.സി. വേണുഗോപാലിനെ ഇന്നത്തെ സിറ്റുവേഷനിലെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഇവിടെയുള്ള കോട്ടറി വളരെ ശക്തമായി പ്രവർത്തിക്കണം അതിനു വേണ്ടി. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം ആയില്ല. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ആളാണ് സതീശൻ എന്നുള്ള കാര്യവും ഹൈക്കമാൻഡിനെ, റേവന്ത് റെഡ്ഡിയെ കൺസിഡർ ചെയ്യുന്ന, ഗൗരവ് ഗോഗോയെ കൺസിഡർ ചെയ്യുന്ന ഹൈക്കമാൻഡിനെ സതീശനെ മാറ്റി നിർത്താൻ പ്രയാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ അന്വേഷിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ അടിസ്ഥാനമാണ്. 2, അതിന്റെ ഭൂരിപക്ഷത്തിലും അടിസ്ഥാനമാണ് ഇത്തവണ ചെറിയാൻ. കാരണം നമ്മൾ BJPയെ മറക്കരുത്. ഇത് പഴയ തെരഞ്ഞെടുപ്പ് പോലെ അത്ര സുഖകരമായ ഒരു വിജയമായി രണ്ടായാലും ഇടതുപക്ഷമായാലും UDF കാണരുത്. കാരണം ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത 10-15 സീറ്റുകളിലെങ്കിലും ഉള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഭരിക്കുന്ന കക്ഷിക്കുള്ള ഭൂരിപക്ഷം എത്ര എന്നുള്ളത് നിർണായകമാവും. കാരണം 10-5-10 കുറവോ BJP ഉണ്ട്. ചെറിയ ഒരു ഭൂരിപക്ഷമാണ് ഭരിക്കാൻ കിട്ടുന്നതെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിന് പുതിയ ചില മാനങ്ങൾ കൂടി നിങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരും. ആർക്കാണ് കോൺഗ്രസിൽ നിന്ന് അപ്പൊ അത് നമ്മൾ ജനങ്ങളോട് പറയണം. നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ചുമതല ഈ പറയുന്ന പ്രസ്താവനകൾ ആവർത്തിക്കലല്ലോ. അവർ പറഞ്ഞു, ഇത് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു PR വർക്ക് പോലെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പറയേണ്ടത് ഇത് മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. BJPക്കും RSSനും 10 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPMന്റെ നേതൃത്വം ആരായിരിക്കണം, കോൺഗ്രസിന്റെ നേതൃത്വം ആരായിരിക്കണം, അത് ഇന്ത്യ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയം കോൺഗ്രസിനും CPMനും ഉണ്ടാവുള്ളൂ. അല്ലാതെ പിണറായി വിജയൻ അതാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മൾ അവരിൽ UDFൽ നിന്നും LDFൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഇന്നത്തെ പ്രത്യേകിച്ച് ക്രിസ്മസ് സമയത്തുള്ള ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിനെതിരെ RSSും ബജരംഗും നടത്തിയ ആക്രമണങ്ങൾ BJPയുടെ ഏറ്റവും വലിയ എന്താണ് ഔട്ട്സൈഡ് ഹെൽപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളായിരുന്നു. അത് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ 10 എന്നുള്ളത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ചുകൊണ്ട് വിവിധ ക്രിസ്ത്യൻ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാം, BJPയിലേക്ക് പോയ സവർണ ക്രിസ്ത്യൻ വോട്ട് UDFയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇരിങ്ങാലക്കുടക്കാരൻ, തൃശ്ശൂർക്കാരൻ, കൊടുങ്ങല്ലൂർക്കാരൻ, ഇവരെല്ലാം ബന്ധങ്ങളുള്ള ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ഇടതുപക്ഷത്തിനുള്ള ഏറ്റവും വലിയ പുതിയ വെല്ലുവിളിയും അതുതന്നെയാണ്. കോൺഗ്രസിലേക്ക് തിരിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ വന്നിരിക്കുന്നു, കോട്ടയമടക്കം. എന്നാൽ ഈഴവ വോട്ടുകൾ വെള്ളാപ്പള്ളിയുടെ പേരിൽ കോട്ടയത്തോ കൊല്ലത്തോ അല്പം ആലപ്പുഴ ഒഴിച്ച് എവിടെയും വന്നിട്ടില്ല. ഇതാണ് പുതിയ സാമൂഹ്യ യാഥാർത്ഥ്യം. LDFന് ഈഴവ വോട്ടുകൾ എവിടെയും വന്നിട്ടില്ല. മാണിക്ക് പുതിയ വോട്ടുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ BJPയിലേക്ക് പോയ UDF വോട്ടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDFന് തിരിച്ചു വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾ ഏകമനസ്സോടുകൂടി UDFന് വോട്ട് ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെ, ഈ മെഗാ ഫാക്ടേഴ്സിനെ മറികടക്കാൻ LDFന് എന്താണ് കയ്യിലുള്ളത് എന്നാണ് ഇടതുപക്ഷ അനുഭാവിയായ എന്നെ വ്യാകുലം. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ ഈ വെള്ളാപ്പള്ളിക്ക് അപ്പുറം വല്ല തുറുപ്പ് ഷീട്ടും ഉണ്ടോ? ആ തുറുപ്പ് ഷീട്ട് പരാജയപ്പെട്ട തുറുപ്പ് ഷീറ്റാണ്. വെള്ളാപ്പള്ളി തന്നെ താങ്കൾ പറഞ്ഞ പോലെ കാലുകൾ 2 വള്ളത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ തുറുപ്പ് ചീട്ട് എത്ര എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ അടുത്ത 2-3 മാസം നമുക്ക് വളരെ ക്രിട്ടിക്കലായിരിക്കും. ഇതിൽ നമ്മൾ നോക്കി ഇരുന്ന് കാണേണ്ട ഒരു സിറ്റുവേഷനാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.